ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അഭിജിത്ത് രവിദിനം വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നിപ്പോൾ എൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്. അതായത് ഇന്ന് എൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്. അപ്പം മറ്റൊന്ന് എനിക്ക് എൻ്റെ മൈക്ക് വരും. ഞാൻ മൈക്ക് ഓർഡർ ചെയ്തു. അതായത് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ഇപ്പോൾ 2 വ്ളോഗ് എടുക്കാത്തതിൻ്റെ കാരണം എനിക്ക് മൈക്കില്ലായിരുന്നു. അപ്പോൾ മൈക്ക് മറ്റൊന്ന് ഒരു മൈക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ എളുപ്പമായിരിക്കും. അതാണ് ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ വ്ളോഗ് എടുക്കാത്തത്. പിന്നെ ഞാൻ ഇപ്പം ഇവിടെ കുടി നിൽക്കുകയാണ്. അതായത് ഇവിടെ പോയി ജസ്റ്റ് എല്ലാ ദിവസവും ഞാൻ എൻ്റെ 2-3 വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി എല്ലാ ദിവസം പറഞ്ഞ പോലെ വന്നിരിക്കുകയാണ്. പിന്നെ കണ്ടന്റ്, എൻ്റെ പൊന്നോ, കണ്ടന്റ് കണ്ടുപിടിക്കാൻ പെടുന്ന പാട്. കണ്ടന്റ് കിട്ടുകയില്ല, ഭയങ്കര പാടാണ്. അതായത് ഇപ്പം നോർമലി അതായത് കാർത്തി സൂര്യയുടെ കണ്ടന്റ്, ഹനാൻഷയുടെ കണ്ടന്റ്, പിന്നെ സുജിത് ഭക്ത, ഇവരൊക്കെ ഇടുന്ന വീഡിയോസ് കാണും ഞാൻ. അതായത് എൻ്റെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഫുള്ള്, അതായത് ഇവരുടെ 3 പേരുടെയും വ്ളോഗ് കണ്ടിട്ടാണ് ഞാൻ കിടക്കുന്നത്. അതായത് ഇവരെ 3 പേരുടെ വീഡിയോസ് കണ്ടിന്യൂസ് മസ്റ്റ് ഞാൻ കണ്ടിട്ടേ കിടക്കുള്ളൂ. അപ്പം ഇത് കണ്ട് ഇൻസ്പയർ ആയാൽ ഞാൻ ഇപ്പം വ്ളോഗ് എടുക്കാൻ വേണ്ടി തോന്നി. തുടക്കം നോക്കിയപ്പോൾ ഓക്കെ 2 ദിവസമൊക്കെ ആദ്യം ഈ വ്ളോഗിൻ്റെ ഇതൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ ഓക്കെ. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ആയപ്പോൾ എനിക്ക് കണ്ടന്റ് എടുക്കാനില്ല വീഡിയോ. അതായത് നോർമൽ ഞാൻ വിചാരിച്ചെന്താ ഡെയിലി നടക്കുന്ന സംഭവങ്ങളെല്ലാം ജസ്റ്റ് വീഡിയോ എടുക്കുക, അത് കുറച്ചൊന്ന് എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യാന്ന്. പക്ഷേ ഇതിപ്പം 2-3 ദിവസം ആയപ്പോഴത്തേക്ക് കണ്ടന്റ് ഇല്ല, ഒരു കണ്ടന്റും കിട്ടില്ല. അതായത് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചേ പറ്റുള്ളൂ. അതായത് യൂട്യൂബിൽ ഡെയിലി കണ്ടന്റ് ഇടണമെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. എനിക്കാണെങ്കിൽ ആ സംഭവമേ ഇല്ല, എങ്ങനെ എടുക്കുമെന്ന് ഒരു പിടിയില്ല. എന്തായാലും മൈക്ക് നാളെ എൻ്റെ മൈക്ക് വരും. നാളെയല്ല, മറ്റന്നാൾ എൻ്റെ മൈക്ക് വരും. മൈക്ക് വരാൻ നേരത്ത് മൈക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇപ്പോൾ കുറേ സ്ഥലങ്ങളുണ്ട്. അതായത് പബ്ലിക്കലി നിൽക്കുന്ന സ്ഥലത്തൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്യാമറ മുമ്പിൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പം മൈക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, എനിക്ക് മൈക്കിൽ കോമൺ ആയി ചെറുതായി സംസാരിച്ചാൽ മതി. കണ്ടന്റ് ഭയങ്കര ക്ഷാമമാണ്. അതായത് ഇപ്പം ഹനാൻഷയുടെ ഇതാണെങ്കിൽ ഹനാൻഷ ഒരു ദിവസം വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം സംസാരിച്ച് അതായത് വീഡിയോ ഇട്ടുണ്ട്. പക്ഷെ എനിക്ക് പറ്റണില്ല. ക്യാമറ ഓണാക്കി സംസാരിക്കാൻ തുടങ്ങുന്ന നേരത്ത് അയ്യോ എല്ലാം കയ്യിൽ നിന്ന് പോകും. പക്ഷേ ഞാൻ റെഡിയാക്കും. കുറച്ച് ദിവസം ആകുമ്പോൾ അതേ എനിക്ക് മൈക്ക് കിട്ടണം. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വന്ന് കയ്യിലൊരു ആക്ഷനൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോകാൻ പറ്റും. അപ്പോൾ മൈക്ക് കിട്ടണം. മൈക്ക് കിട്ടിയിട്ട് വേണം ബാക്കി സെറ്റാക്കാം. പിന്നെ എനിക്ക് ഇനിയിപ്പോൾ അടുത്ത മാസം 2-ാം തീയതിയാണ് എൻ്റെ പരീക്ഷ, എക്സാം വന്നാൽ. അപ്പോൾ എത്ര വീഡിയോ എടുക്കാൻ പറ്റുമെന്നോ എൻ്റെ തലയിലാണ് ഇങ്ങനെ ഓടണം. അത് വീഡിയോ എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, അതിനെങ്ങനെ പോലും കുറച്ച് സമയം എടുക്കും. പിന്നെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ എന്തുവാ എക്സാമിന് എപ്പോഴും എഴുതണം. ഇതിൻ്റെ കൂടാതെ എത്ര മാർക്ക്, പിന്നെ അതിൻ്റെ ഇടയിലുള്ള മോക്ക് എക്സാം. അതായത് 2-ാം തീയതി എക്സാം വരാൻ നേരത്ത് അത് പഠിക്കാനുള്ളത് ടൈം ടേബിളാണ്. ഇനി ഏകദേശം കൂടിപ്പോയി 20-22 ദിവസമേ ഉള്ളൂ. 20 ദിവസത്തിനുള്ളിൽ എനിക്കുള്ള ചാപ്റ്റർ ടാക്സ്, UK ടാക്സ് മൊത്തം പഠിക്കണം. ആ ഒരു കുട്ടക്കണക്കിന് ഡേറ്റും കുറേ റേറ്റുകളും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ കൺഫ്യൂഷൻ. ഞാൻ അതേപോലെ അപ്പം അത് ചെറിയ ഷോർട്സ് ആയിട്ട് ഇടാം, അല്ലാതെ ലോങ് വീഡിയോ എടുക്കാൻ ഭയങ്കര പാട്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചങ്ങ് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അല്ലാണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര പാട്. എന്തായാലും ഞാൻ സെറ്റാക്കാം. അപ്പോൾ ഞാൻ നാളെ എനിക്ക് മൈക്ക് വന്നിട്ട് ഞാൻ വേറെ വീഡിയോ എടുക്കാം. അതായത് എനിക്ക് ACC പഠിക്കാൻ നേരത്തുള്ള കാര്യങ്ങൾ എന്താണ്, അതെങ്ങനെയൊക്കെ വരും, എത്ര സമയം പോവും, അങ്ങനെയുള്ള ചേർത്ത് ഞാൻ അത് വീഡിയോ എടുക്കാം. ഇതേപോലത്തെ ലോങ് വീഡിയോ ഇനിയിപ്പോൾ മൈക്ക് വന്നിട്ട് ഇനി ബാക്കി ചെയ്യാം. അപ്പം ഇന്നിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നു, എന്തെങ്കിലും കാര്യം പറയുന്നു, പോകുന്നു. ഇപ്പം ക്ലാസ്സിന് ഇനി കണ്ടിന്യൂസ് ഒരു 10-ാം തീയതി 12-ാം തീയതി വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് പോകുന്നു, ക്ലാസ്സിൽ പോയി പഠിക്കുന്നു, അത് കഴിഞ്ഞ് വരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എക്സാം, അത് കഴിഞ്ഞ് പിന്നെ ഓണം. അതായത് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓണം 23-ാം തീയതിയാണ് പറഞ്ഞ ഓണം പരിപാടി. അപ്പം അതിന് വേണ്ടി എങ്ങനെ പോലും 2-3 ദിവസം, തലേ ദിവസം അതിൻ്റെ അടുത്ത ദിവസം എങ്ങനെ പോയാലും പോകും. അന്നത്തെ ദിവസം ആ ഓണത്തിൻ്റെ പരിപാടി ഭയങ്കര സീനാണ്. അതായത് DJ പരിപാടി, സദ്യ, ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ എല്ലാവരും ആ ഒരു വൈബിലായിരിക്കും. ഇതിൻ്റെ ഇടയിൽ എപ്പോഴും ഞാൻ പഠിച്ച് തീർക്കുന്നു എനിക്ക് പോലും അറിഞ്ഞുകൂടാ. പിന്നെ ഇതൊക്കെ തന്നെയാണ്. അതപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. ഇപ്പം കണ്ടിന്യൂസ് ക്ലാസ്, ഇങ്ങനത്തെ പരിപാടി റൊട്ടീനായതുകൊണ്ട് അത് സെയിം ഇതാണ് പോകുന്നത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നു, ഇതൊക്കെയാണ്. അതാണ് ഞാൻ പിന്നെ കണ്ടിന്യൂസ് പിന്നെ അങ്ങനത്തെ വീഡിയോ എടുക്കാത്ത. എന്താ ചുമ്മാ ഫോട്ടോ എടുത്തോണ്ട് ചായ കുടിച്ച്, ഇതാണ് വൈകിട്ടുള്ള വൈബ് ഇതാണ്. പിന്നെ ഞാനും 2 ഫോട്ടോ എടുത്ത് എത്രേ ഉള്ളൂ. വ്ളോഗ് എന്ന് പറഞ്ഞപ്പോൾ ഓടെയാണ്. വ്ളോഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 ഫോട്ടോ എടുത്ത് ഇനി അതിനെ എഡിറ്റ് ചെയ്ത് 2 ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടക്കി. ഇതൊക്കെ തന്നെ മെയിൻ പരിപാടി. പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പം എന്തിന് യൂട്യൂബ്, അതായത് സോഷ്യൽ മീഡിയ എന്തിനാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ പബ്ലിക്കലി സംസാരിക്കണം. അതായത് ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് വരണം. ഇപ്പം ഞാൻ തുടങ്ങാൻ കാരണം ഞാൻ സംസാരിക്കണത് എങ്ങനെയൊക്കെ ആൾക്കാർ എടുക്കുമെന്ന് മനസ്സിലാക്കാനും, പിന്നെ നമുക്ക് പബ്ലിക്കലി എന്ത് കാര്യം പറയാൻ പറ്റണം.
അപ്പം അതിൻ്റെ കുറേ പറയും. ഇപ്പം കഴിഞ്ഞ ദിവസം കാർത്തി സൂര്യ ഇതില് സൈലത്തിന്റെ അനന്തു പുള്ളി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ടഡ് എവറിത്തിങ് വിത്ത് യൂട്യൂബ്. ഒരു കാര്യം യൂട്യൂബ് ആണ് ലൈഫ് ചേഞ്ചിങ് എല്ലാവരുടെയും പോലെ തന്നെ. ഇപ്പം ആർക്കും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയി തുടങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് ഒന്ന് യൂട്യൂബ്, രണ്ട് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂട്യൂബിൽ നമ്മൾ കണ്ടന്റ് ഇട്ട് തുടങ്ങിയത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. പുള്ളി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ എക്സ്പോസ് ആവുന്നുള്ളത്, അതായത് ഇപ്പം ബിസിനസ് ചെയ്യുന്ന ഒരാളായാലും എങ്ങനെ എക്സ്പോസ് ആവണം. അപ്പോൾ എക്സ്പോസ് ആവാൻ വേണ്ടി മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് യൂട്യൂബ്, സോഷ്യൽ മീഡിയ ഇതെല്ലാം. അപ്പം ഇതിലൂടെ എങ്ങനെ ഇൻവോൾവ് ആയി മാർക്കറ്റ് പഠിക്കാം, അതൊക്കെയാണ് മെയിനായിട്ട് യൂട്യൂബിലോട് ഞാൻ നോക്കുന്ന പരിപാടി. അപ്പം അതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ വീഡിയോസിലായിട്ട് ഓരോന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കും, എങ്ങനെ ആൾക്കാരായിട്ട് പുതിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പഠിക്കും. അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ. ഇപ്പം സോഷ്യൽ മീഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. ഇപ്പം രണ്ടും ഉണ്ട്. പക്ഷേ നമ്മൾ എന്നാലും മെജോറിറ്റി ഇപ്പം എങ്ങനെയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞത്, അതായത് എ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എ വന്നുകൊണ്ടിരിക്കാൻ നേരത്ത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ചിന്തിക്കാം. അതായത് ഇപ്പം ഫസ്റ്റേ വന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പക്ക ഭയങ്കര ക്വാളിറ്റി, ഭയങ്കര കണ്ടന്റ്, ഭയങ്കര ലെവലിൽ ഹൈപ്പ്, ഭയങ്കര സംഭവം എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചിന്തിച്ച് ഓരോന്ന് ചെയ്ത് പഠിച്ച് വരുമ്പം അത് പക്കയാകും. അതായത് ഒരു ടൈം വരെ കഴിയുമ്പോൾ അത് പക്കയായി തുടങ്ങും. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ തുടങ്ങിയത്. കാരണം ഫ്യൂച്ചറിൽ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടായാലും എനിക്കപ്പം പബ്ലിക്കില്ല. അതായത് ആ ടൈമിൽ ഇപ്പം ഞാൻ എക്സസൈസ് പഠിക്കണമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ആ ടൈമിൽ എനിക്കിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇപ്പം ഞാൻ ചെറിയൊരു പോർട്ട്ഫോളിയോ ഗ്രോ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്കുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ ഫ്യൂച്ചറിൽ അതിലെന്തെങ്കിലും എനിക്ക് സംസാരിക്കണം. അതായത് ഒരു ഇൻ്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ പബ്ലിക്കലി വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ സംസാരിച്ചു വേണം. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുണ്ട്, എന്തുവാ ഞാൻ പറഞ്ഞ വെച്ച സംഭവമില്ലേ, ആൾക്കാർ ഇരുന്നിട്ട് സംസാരിക്കണ പ്രസംഗം. പണ്ടാണെങ്കിൽ പ്രസംഗം, അങ്ങനത്തെ പരിപാടിയിലൂടെ നമുക്ക് സംഭവങ്ങൾ അറിയാം. ഇപ്പം പണ്ട് അതായത് ഇപ്പം ഒരാൾ വന്നിരുന്ന് പ്രസംഗിക്കുക, അതെല്ലാം കേട്ട പ്രസംഗിക്കുന്ന ആൾ പറയുന്ന ഓരോ വാക്കും ആൾക്കാർക്ക് ഒരു പവർ കയറുന്ന സംഭവമാണ്. അപ്പം അത് ഇപ്പം ഇല്ല. ഇപ്പം ഈ പ്രസംഗം എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. വളരെ ചുരുക്കം ചില പാർട്ടിയുടെ പരിപാടികൾ അങ്ങനെ കാര്യം മാത്രമാണ് ഈ പ്രസംഗം പറയുന്നത്. അപ്പം നമ്മൾ പറയണ വാക്കുകൾ ഒരാൾക്ക് അത്രയും വാലിഡ് പോയിന്റ് പോലെ ഒരാൾക്ക് തോന്നണമെങ്കിൽ അത് ട്രൈ ചെയ്ത് പറഞ്ഞ് വരണം. അപ്പം അത് പറയാൻ വേണ്ടി ഒരു സ്പേസാണ് യൂട്യൂബ് മാത്രമല്ല, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള എല്ലാം. അപ്പം അതിന് വേണ്ടിയാണ് ഈ പരിപാടികളെല്ലാം. അപ്പം കുറേ കാലം ചെയ്യുമ്പം അത് ഓക്കെ വരും എന്നാണ് വിശ്വാസം. എന്തായാലും ഞാൻ പറഞ്ഞ എക്സാം ഇപ്പോൾ ഉടനെ ഉണ്ട്, ഓണം പരിപാടിയുണ്ട്, അതുപോലെ തന്നെ പയ്യന്മാരെല്ലാവരും കൂടെ ട്രിപ്പ് പോകണ ഒരു പരിപാടിയുണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം എനിക്ക് ഈ എക്സാമിൻ്റെ ഭ്രാന്താണ് തലയിലുള്ളത്. അപ്പോൾ അതേപോലെ ഓണപ്പരിപാടിക്ക് കുറച്ച് വേറെ അല്ലാണ്ട് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വേറെ കുറച്ച് ഡാൻസ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഓണപ്പരിപാടി ഫുൾ വ്ലോഗ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം അത് ഓണപ്പരിപാടി സ്റ്റാർട്ട് ചെയ്യണ തൊട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളും അതിൻ്റെ എല്ലാം ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഓണപ്പരിപാടിയായിട്ട് വ്ലോഗ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഇത്രേ ഉള്ളൂ ഞാൻ സംഭവം പറയാം. എന്തായാലും എൻ്റെ മൈക്ക് നാളെ വരും. മൈക്ക് വന്നിട്ട് ബാക്കി ഞാൻ പറയണത് എനിക്കിത് ഇങ്ങനെ പിടിച്ച് വെച്ച് ഓപ്പൺ ആയിട്ട് എല്ലാം ഓക്കെ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇത്രയും ഒച്ചത്തിലെടുത്ത് സംസാരിക്കേണ്ടി വരില്ല. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ചായ കുടിച്ച് ബൈ, സൈൻ ഔട്ട്.